നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് ചെയ്തിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഓർമ്മകൾ എന്തുകൊണ്ടാണ് നിങ്ങളെ വിടാതെ പിന്തുടരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിൽ മാത്രം എടുക്കുക കേട്ടോ. റെസനേറ്റ് ആവാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി എല്ലാവരും ഒരേപോലെ മനസ്സിൽ തങ്ങി നിൽക്കില്ല, അല്ലെ? നമ്മൾ പലരെയും പരിചയപ്പെടും. പക്ഷെ ചില വ്യക്തികൾ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും സാഹചര്യങ്ങൾ മാറിയാലും നമ്മുടെ ചിന്തയിലൊരു നിഴൽ പോലെ കൂടെ ഉണ്ടാവും. അത് നമുക്ക് വേദന തരും. എന്തുകൊണ്ടാണ് വ്യക്തിയുടെ ഓർമ്മകൾ മാത്രം നമ്മളെ വിടാതെ പിന്തുടരുന്നത്? ചിന്തിച്ചിട്ടില്ലേ? ഇത് വെറുമൊരു യാദൃശ്ചികതയാണോ, അതോ അതിന് പിന്നിൽ ആഴത്തിലുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇതാണ് കളക്റ്റീവ് റീഡിങ്ങിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സിലും പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജതലങ്ങളിലും നിലനിൽക്കുന്ന ചില സത്യങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ റീഡിങ്, ഈ വായന ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് നമുക്ക് നോക്കാനുള്ള ഒരു അവസരം തരാണ്. അപ്പോൾ ആ വ്യക്തിയായിട്ട് നിങ്ങൾ പങ്കിട്ട ഊർജ്ജം, എനർജി കോഡ്, ബോണ്ട് എത്രത്തോളം ശക്തമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ പാഠങ്ങളാണ് പഠിക്കാനുള്ളത്? അപ്പോൾ ഹീലിംഗ് കാര്യങ്ങൾ, ഈ ഓർമ്മയിൽ നിന്ന് മോചിതനാകാൻ അല്ലെങ്കിൽ അവയുമായി സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ അസ്വസ്ഥത നിങ്ങളുടെ ഉള്ളിലെ ഏതൊരു മുറിവ് ഉണങ്ങാനുണ്ട് എന്നതിൻ്റെ സൂചനയാകാം. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് ഒന്ന് നമുക്ക് കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ഒന്ന് ആഴത്തിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോട്ട് റീഡിംഗ് ഗൈഡൻസ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 2 പൈൽസാണ് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പൈൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഒരു ഡോറാണ്. രണ്ടാമത്തെ പൈൽ നല്ലൊരു മയിൽപ്പീലിയുടെ കാർഡാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പൈലോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം റീഡിങ് കേൾക്കുക കേട്ടോ. അപ്പോൾ ഇത് പൈൽ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ആരാണോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളൊരു ചോദ്യം ചോദിക്കുക പ്രപഞ്ചത്തോട്. അതിനുശേഷം ഒരു പൈൽ സെലക്ട് ചെയ്യുക. വളരെ വിശേഷപ്പെട്ട ഒരു റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. പിന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള കാർഡ്, നമുക്ക് വരുന്ന എനർജി നമുക്കൊന്ന് നോക്കാം. വരുന്നത് നമുക്ക് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. രണ്ട് കാർഡ് നമുക്ക് എടുക്കാം കേട്ടോ. ഡിവൈൻ ഗൈഡൻസ്. യെസ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, നമുക്ക് പ്രപഞ്ചം അല്ലെങ്കിൽ അമ്മ തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളൊരു ഏകാന്തത അവശേഷിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോഴൊരു ഏകാന്തതയിലൂടെ അല്ലെങ്കിൽ ഒരു സ്വയം തിരിച്ചറിവിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയെങ്കിലും നിങ്ങളിപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ വ്യക്തിയുടെ സാന്നിധ്യമില്ലാതെ പോലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളെ കാര്യങ്ങൾ തിരിച്ചറിയിപ്പിക്കാനും നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള വഴി തെളിയിക്കാനും വേണ്ടിയിട്ടാണ്. അതിലത് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പോലും എവിടേക്കോ ഒരു മിസ്സിങ് ഫീൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്വയം തിരിച്ചറിവിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയെങ്കിലും അവർ നിങ്ങളിൽ അവശേഷിപ്പിച്ചത് വലിയൊരു ശൂന്യതയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, ഒരു ശൂന്യമായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള പുതിയ അവസരങ്ങളോ സന്തോഷങ്ങളോ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അതായത് പഴയ വ്യക്തിയെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചിട്ട് നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്കത് ഇപ്പം വേണമെന്നില്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആയി. പക്ഷെ എന്നാലും ആ ഓർമ്മകൾ അങ്ങ് പോകുന്നില്ല.
അപ്പോൾ എന്തെങ്കിലും പുതിയ സന്തോഷങ്ങളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഈ വ്യക്തിയുടെ ഓർമ്മകളാണ് വീണ്ടും കടന്നു വരുന്നത്. ഓക്കെ, ആ വ്യക്തി നൽകിയ തിരിച്ചറിവുകൾ പൂർണ്ണമായിട്ടില്ല. അതായത് നിങ്ങളിതിൽ ലെസൺസ് ഇപ്പം കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുതരം അഡിക്ഷൻ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നൊരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ വ്യക്തി നിങ്ങളോട് ചെയ്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ ബന്ധത്തിലെ തീവ്രത നിങ്ങളെ വൈകാരികമായിട്ട് തളച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ അത്രയും അഡിക്റ്റായി പോയിട്ടുണ്ടായിരുന്നു ആ ബന്ധത്തിൽ. അതായത് ഒരു ഹോം ഫീലിംഗ് തോന്നിയൊരു ബന്ധമായിരുന്നു. പക്ഷേ പലപ്പോഴും ആ വ്യക്തി ലൈക്ക് പെട്ടെന്ന് നിങ്ങൾക്കൊരു ഉത്തരം തരാതെ പോയിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു ഒരു ക്ലോഷർ അല്ലെങ്കിൽ ഒരു ഉത്തരം ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു സുരക്ഷിതത്വമാണ് ആ വ്യക്തിയോടൊപ്പം ഉള്ള സമയത്ത് നിങ്ങൾക്കൊരു തരം സുരക്ഷിതത്വം അല്ലെങ്കിൽ സുരക്ഷിതത്വം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സ്റ്റേജ് ആയിരുന്നു അത്. പക്ഷേ ആ ശീലം ഇപ്പോഴും അല്ലെങ്കിൽ ആ മനസ്സ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇപ്പോഴും ആ അവസ്ഥയെ പൂർണ്ണമായിട്ടും വിട്ടു മാറിയിട്ടില്ല. അതുകൊണ്ടാണ് മനസ്സ് വീണ്ടും വീണ്ടും ആ പഴയ ഓർമ്മകളിലേക്ക് മടങ്ങുന്നത്. കൂടാതെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തോ ഒരു കാര്യം മറച്ചു വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വഞ്ചനയായിരിക്കണം കൂടുതലായിട്ടും. ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വ്യക്തി ബന്ധം അവസാനിപ്പിച്ചത് വ്യക്തമായിട്ടുള്ള കാരണങ്ങളില്ലാതെയാണ്. വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെയാണ് പോയത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. സോ നിങ്ങളെ ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ആരോ ഒരാൾ വേദനിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങളെ അബാൻഡൻമെൻറ്റ് ഇഷ്യൂ ഇത് കൂടുതലായിട്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലേക്ക് കൂടി ഒന്ന് വിരൽ ചൂണ്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലരും കുട്ടിക്കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ച കെയറിങ് ലഭിക്കാത്തൊരു സ്റ്റേജ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു കെയറിങ് തരാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു രീതിയിലുള്ളൊരു അവസ്ഥയിലേക്ക് ആയിരിക്കില്ല അവർ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ട്രോമയിലേക്ക് തന്നെ അടിമപ്പെട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, പക്ഷേ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തത ശരിക്കും ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അത് പാസ്റ്റ് ലൈഫിലെ മാത്രമല്ല നമുക്കിത് പാസ്റ്റ് ലൈഫിലെ ചില കാര്യങ്ങളുമായിട്ടും കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമ അബാൻഡൻമെൻറ്റ് ഇഷ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ പാസ്റ്റ് ലൈഫിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു അധികാരത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും വലിയ ഒരു കാലഘട്ടത്തിലുള്ള ഒരു എനർജിയാണ് ലഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്നൊരു സോൾ കോൺട്രാക്റ്റാണിത്. പക്ഷേ ആ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ വേർപിരിയാൻ കഴിയാത്ത വിധം അത്രമേൽ തീവ്രമായിട്ടുള്ളൊരു ബന്ധത്തിലായിരുന്നിരിക്കാം. ഓക്കെ, പക്ഷെ അവിടെ നിങ്ങൾക്കിത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആഗ്രഹം ആ ഒരു അവസ്ഥ ഈ ജന്മത്തിൽ ഓർമ്മകളായിട്ട് നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തി വന്നു. പഴയ സോൾ കോൺട്രാക്ട്, അതായത് നിങ്ങൾക്ക് അടിമത്തത്തിൻ്റെ ആ ഒരു എനർജി ഒന്ന് റിലീസ് ചെയ്യണം എന്നുള്ളൊരു എനർജിയാണ്. അടിമത്തം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഒരാൾക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ആ ഒരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ പലതരത്തിലുള്ള വഞ്ചന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നടന്നിട്ടുണ്ട്. അത് ഈ വ്യക്തി മൂലമല്ല വഞ്ചന നടന്നിട്ടുള്ളത്, പക്ഷേ ഈ വ്യക്തിയുമായിട്ടുള്ള സോൾ കോൺട്രാക്ട് ഈ ഒരു ലൈഫ് ടൈമിൽ ഇത്തരം ട്രോമാസ് നിങ്ങൾ ക്ലിയർ ചെയ്യണം എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ച ഒരാളെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളൊരു എനർജിയാണ് പാസ്റ്റ് ലൈഫിൽ കാണുന്നത്. പക്ഷേ അവിടെ ഈ വ്യക്തി കാരണമല്ല നിങ്ങൾക്ക് വഞ്ചന ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ലൈഫ് ടൈമിൽ അന്ന് നിങ്ങൾ ഈ വ്യക്തിയായിട്ട് അതിനുശേഷം ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയും ശേഷമുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് വഴി ഇത്തരം ട്രോമാസ് ആ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ഈ ട്രോമ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ജന്മത്തിൽ. അപ്പം അതിൻ്റെ ഒരു അടുത്തൊരു ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരെയും ഇത്തരം ട്രോമ നിങ്ങൾ ക്ലിയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് തരുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഓർമ്മകൾ വരുമ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് പാറ്റേൺ ക്ലിയർ ചെയ്യണം. നിങ്ങളൊരു അടിമത്തത്തിൻ്റെ ചങ്ങലയിലാണെങ്കിൽ അത് നിങ്ങൾ മോചിപ്പിക്കപ്പെടണം എന്നുള്ള ഒരു എനർജിയാണ് ലഭിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഓവറായിട്ട് അറ്റാച്ച്ഡായി പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ട്രോമ ക്ലിയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. ആ ഒരു വേദന നിങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പം ഒരു വഞ്ചനയുടെ ഒരു എനർജി, അപ്പോൾ അതിൻ്റെ ഒരു എനർജി ഇവിടെയും കാണുന്നുണ്ട്. ആ ഒരു നീതി തേടിയിട്ടാണ് ഈ ജന്മത്തിൽ നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നത്. സോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് കർമ്മ ഈ ഒരു ലൈഫ് ടൈമിലെ ബുദ്ധിമുട്ടുകൾ ട്രോമ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ്. നിങ്ങൾക്ക് ഫ്രീഡമാണ് വേണ്ടത് കേട്ടോ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ്
പലതരത്തിലുള്ള അടിമത്തത്തിൽ നിങ്ങൾ മോചനം നേടണമെന്നാണ് ഈ വ്യക്തി പറയാതെ പറയുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോയി, പക്ഷേ അതിൻ്റെ ഓർമ്മകൾ വരുന്നത് നിങ്ങളെ ചില ട്രോമാസ് ഇപ്പോഴും ക്ലിയർ ചെയ്യാൻ ബാക്കിയുണ്ട്. നിങ്ങളെ കുട്ടിക്കാലത്തെ നിങ്ങളെ പൂർണ്ണമായിട്ടും ഒന്ന് ഹീൽ ചെയ്തെടുക്കണം എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് വരുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച് പോകുക അല്ലെങ്കിൽ യുദ്ധ സമയത്തോ മറ്റോ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എനർജി തരുന്നത്. അപ്പോൾ ആ ഒരു വേർപിരിയൽ നൽകിയ മുറിവാണ് വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു പൂർണ്ണത വന്നിട്ടില്ല. അപ്പോൾ ആ പഴയ ജന്മത്തിൽ നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാവാം. അപ്പം അതിന് മുന്നേ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തി, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ട്രോമാസിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ആ ഒരു ജന്മത്തിൽ നിങ്ങൾ ജീവിതം ആ ഒരു ആത്മാവ് ശരീരം വിട്ടതെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ അസ്വസ്ഥത. അപ്പോൾ ഇവിടെ ഇത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വീട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരിടം തകർക്കപ്പെട്ടതിൻ്റെ ട്രോമയുണ്ട് ഉപബോധ മനസ്സിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന വ്യക്തി ഒരു പഴയ വീടിൻ്റെ അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിരുന്നു. വീടെന്നല്ല, ഒരു ഹോം ഫീലിംഗ് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ അതിനെയാണ് നമുക്ക് വീണ്ടും കണക്ട് ചെയ്ത് വരുന്നത്. നിങ്ങൾക്കൊരു സേഫ്റ്റി അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എത്രയൊക്കെ ശ്രമിച്ചാലും വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു കൂട്ടിലേക്ക് അടുപ്പിക്കുന്നത് പോലെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ ഓർമ്മയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിൽ പതിഞ്ഞു കിടക്കുന്ന പാസ്റ്റ് ലൈഫ് ട്രോമയാണ്. അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ ഒരു കാർമിക് ഡക്റ്റ് ഇപ്പോഴും ബാക്കിയുണ്ട്. ഒരു ഷോക്ക് ഇപ്പോഴും നിങ്ങൾക്ക് വിട്ടുമാറിയിട്ടില്ല പാസ്റ്റ് ലൈഫിൽ. അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങളത് ക്ലിയർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ ജന്മത്തിൽ ഞാൻ സ്വതന്ത്രയാണ് എന്നുള്ളൊരു തോട്ട് കൊണ്ടുവരിക. കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ ഉടമ്പടിയിൽ നിന്നും ഞാൻ എന്നെയും ആ വ്യക്തിയെയും മോചിപ്പിക്കുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുക. ഇത് നിങ്ങൾ എഴുതുക റിപ്പീറ്റഡായിട്ട്. ഇപ്പോൾ സോൾ കോൺട്രാക്റ്റ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ ആ വ്യക്തി വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ വ്യക്തമാണ്. അപ്പോൾ അത് പറയുക. ആ ഒരു ലൈഫ് ടൈമിലെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞപ്പോൾ പാസ്റ്റ് ലൈഫിൽ എന്താണോ ഇനി നമ്മളതിലേക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് അല്ലെങ്കിൽ ഭദ്രാളിമയ്ക്ക് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക. ആ പാസ്റ്റ് ലൈഫിന് ട്രോമയെ നിങ്ങൾ റിലീസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മോചനം ലഭിക്കും. നിങ്ങൾ ആ വ്യക്തിയെ ചേസ് ചെയ്ത് പോവാതിരിക്കുക പിന്നാലെ. അപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിൽ മിക്കവാറും പുരാതനമായിട്ടുള്ള ബിൽഡിങ്സ്, പഴയ വസ്ത്രധാരണ രീതി അല്ലെങ്കിൽ യുദ്ധം പോലുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ പഴയ ചില നാലുകെട്ട് പോലുള്ള സ്ഥലങ്ങൾ, പഴയ തറവാട് കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്കൊരു അറ്റാച്ച്മെൻറ്റ്, നൊസ്റ്റാൾജിക് ഫീൽ പലപ്പോഴും തോന്നുന്നുണ്ടാവാം. പഴയ സോങ്സിനോടൊരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങളുടെ പാസ്റ്റ് മെമ്മറി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വ്യക്തിയെ ചിലപ്പോൾ മുൻപ് നിങ്ങൾ കണ്ട സമയത്ത് ഒരു മുൻപരിചയമുള്ള വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ ഇപ്പോഴത്തെ ആ ഒരു മെമ്മറി വരുന്ന സമയത്ത് ഞാൻ ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഭദ്രാളിമയ്ക്ക് കൊടുക്കുക. നമ്മൾ പ്രപഞ്ചത്തിന് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതായത് നമ്മൾ സറണ്ടർ ചെയ്യും, പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സ് സറണ്ടർ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓർമ്മകൾ വരുമ്പോൾ നിങ്ങൾ ആ ഓർമ്മയുടെ പിന്നാലെ പോകാതിരിക്കുക, ആ വ്യക്തിയെ ചേസ് ചെയ്ത് പിടിക്കാതിരിക്കുക. അത് വീണ്ടും ഈ എനർജറ്റിക് കോഡ് ആക്ടിവേറ്റ് ചെയ്യാനും വീണ്ടും നിങ്ങളെ ഡൗൺ ആക്കാനും മാത്രമേ സഹായിക്കുള്ളൂ. അതിന് പകരം നിങ്ങൾ പുതിയ എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുക. ഈ പ്രശ്നം ഇതിന് കുറച്ച് സമയം കൊടുക്കുക, ശേഷം അത് സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. മനസ്സുകൊണ്ട് നിങ്ങൾ റിലീസ് ചെയ്തെങ്കിലും ഉപബോധ മനസ്സിൽ അതിൻ്റെ ട്രോമാസ് പാസ്റ്റ് ലൈഫായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ സോൾ കോൺട്രാക്റ്റ് ഞാൻ റിലീസ് ചെയ്യുന്നുള്ളത് ആവർത്തിച്ച് പറയുക. 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് പറയുന്നത് വഴി നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫയൽ സെലക്ട് നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത്. നിങ്ങൾ റെസനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം, ചാനൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. നമുക്ക് സെക്കൻഡ് ഫയൽ നോക്കാം. സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് അമ്മ പറയുന്നത്. ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ഓർമ്മകൾ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. ശേഷം അമ്മയോടൊരു ചോദ്യം ചോദിക്കുക. യെസ്, 2 കാർഡുകളുണ്ട് കേട്ടോ.
ഇതിൻ്റെ കൂടെ ഒരു കാർഡ് കൂടി ഉണ്ട്, നമുക്കിത് വിട്ട് കളയണ്ട, എന്തെങ്കിലും സന്ദേശം അതിനകത്ത് ഉണ്ടാവും. പാസ്റ്റ് ലൈഫായിട്ട് നമുക്ക് എന്താണ് ബന്ധമെന്ന് നോക്കാം. Spiritually and religion. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം ഒരു കാർമിക് എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഒരു യാദൃശ്ചികമായിട്ട് വന്നിരിക്കുന്ന ഒരു ബന്ധമല്ല. ആ വ്യക്തിക്ക് നിങ്ങളുടെ മേലുണ്ടായിരുന്ന അമിതമായിട്ടുള്ളൊരു സ്വാധീനത്തെ കാണിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു വ്യക്തി വളരെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നിരിക്കാം. കഴിഞ്ഞ ജന്മങ്ങളിൽ ബാക്കി വെച്ച ചില കൊടുക്കൽ വാങ്ങലുകൾ തീർക്കാനാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാർമിക് ഡെപ്റ്റ് വീട്ടിൽ തീരുന്നത് വരെ ആ ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നാണ് കാണുന്നത്. നിരാശപ്പെടേണ്ട, നമുക്ക് എന്താണ് മുന്നോട്ടുള്ള വഴി എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടത്തെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു ദാരിദ്ര്യത്തെയാണ് നമുക്കിത് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഈ വ്യക്തി പോയതോടുകൂടി നിങ്ങളിൽ വലിയൊരു ശൂന്യത ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആരും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായെന്നൊരു തോന്നൽ നിങ്ങൾ അലട്ടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂടെയുള്ള ഒരു സ്പിരിച്വൽ പവർ, അത് നിങ്ങളെ ആത്മീയമായിട്ട് വളർത്താൻ വേണ്ടിയുള്ള ഒരു എനർജി ആണെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കുന്നത് ഈ വ്യക്തി മൂലം തന്നെ ആയിരിക്കണം എന്നില്ല. ഈ ഒരു ലൈഫിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾ ആത്മീയമായിട്ടുള്ളൊരു ലാഭത്തിലേക്കുള്ള യാത്രയാണ്. അതായത് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലെ ചില കാർമിക് ഇഷ്യൂസ്, അത് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കർമ്മ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ക്ലിയർ ചെയ്യാൻ, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾ സ്പിരിച്വലി ഒത്തിരി കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണെന്നാണ് കാണുന്നത്. അതായത് ഒരു റിലീജിയൻ, മതപരമായിട്ടുള്ള സിറ്റുവേഷൻസിനപ്പുറത്തേക്ക് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലരും ചിലപ്പോൾ റേക്കി ഹീലേഴ്സ്, ഇത്തരത്തിലുള്ള ഹീലിംഗ് കാര്യങ്ങൾ, പ്രാണിക് ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ എനർജി പോലെ എടുക്കുക കേട്ടോ കാര്യങ്ങൾ. ഇവിടെ വിശ്വാസവഞ്ചന കാണിക്കുന്നുണ്ട്. ഒരു വിരോധാഭാസമായിട്ടുള്ളൊരവസ്ഥയാണ്, അതായത് ഒരു നെഗറ്റീവ് സ്റ്റേജ്. അപ്പോൾ നമുക്ക് 6 ഓഫ് ഹാൻഡ്സ് വിജയത്തെ സൂചിപ്പിക്കുന്ന സമയത്ത് 7 ഓഫ് സോർട്സ് നേരെ റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഒരു ചീറ്റിംഗ് എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അതിന് മുന്നേ നമുക്കൊരു അതിനുശേഷം ഒരു വഞ്ചനയാണ്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷവതിയായിട്ട് പലപ്പോഴും അഭിനയിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ബന്ധം വിജയകരത്തിൽ കൂടുതലായിട്ട് നിങ്ങളൊരു മാരേജ് റിലേഷൻഷിപ്പാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഈ ലൈഫ് ടൈമിൽ നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ പോലും പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ പരസ്പരം ഹസ്ബൻഡ് വൈഫ് ആയിരുന്നിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബന്ധം വിജയകരമാണെന്ന് ലോകം വിചാരിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഉള്ളിൽ ആ വ്യക്തി നിങ്ങളെ വഞ്ചിക്കുക അല്ലെങ്കിൽ സത്യങ്ങൾ മറച്ചു വയ്ക്കുകയോ ചെയ്തിരുന്നു എന്നാണ് കാണുന്നത്. ആ ചതി തിരിച്ചറിഞ്ഞിട്ടും പഴയൊരു വിജയകരമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് മടങ്ങാൻ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഓർമ്മകൾ വിട്ടുപോകാത്തത്. അതായത് ഈ വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്ത് വരുമെന്ന് നിങ്ങൾ പലവട്ടം വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചിലരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു കാർമിക് ട്രാപ്പായിരുന്നു, ഒരു കാർമിക് റിലേഷൻഷിപ്പിൻ്റെ ഓർമ്മപത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളെ സ്പിരിച്വലി ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഓർമ്മകൾ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപൂർണമായിട്ടുള്ള നീതിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ നിയന്ത്രിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് തക്കതായിട്ടുള്ളൊരു ശിക്ഷയോ മറുപടിയോ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു റിവഞ്ച് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമ്മേൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, അല്ലെങ്കിൽ പ്രപഞ്ചം എന്തുകൊണ്ടാണ് വ്യക്തിക്ക് തക്കതായിട്ടുള്ളൊരു ശിക്ഷ അല്ലെങ്കിൽ മറുപടിയോ നൽകാത്തത് എന്ന് നിങ്ങളുടെ ഉള്ളിലൊരു വൂണ്ടായിട്ടൊരു മുറിവായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഒരു ഈഗോയുടെ പോരാട്ടമായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. തോറ്റുകൊടുക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറല്ല. ആ വ്യക്തിയുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം എന്നുള്ളൊരു വാശി നിങ്ങളുടെ മനസ്സിൽ ഓർമ്മകൾ നിലനിർത്തുന്നു. നിങ്ങൾ ജയിക്കണം, ആ വ്യക്തിയുടെ മുമ്പിലല്ല നിങ്ങൾ ജയിക്കേണ്ടത്, നിങ്ങൾ ലോകത്തിന് മുമ്പിലാണ് ജയിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫ് ഒരു കൂടുതൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. സോ നിങ്ങളിവിടെ ആ വ്യക്തിയുടെ മുമ്പിലല്ല റിവെഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ പലരും ആ വ്യക്തിയുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു വാശി വീണ്ടും നിങ്ങളുടെ ഓർമ്മകളെ നിലനിർത്തുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ ആത്മാവ് പഠിക്കേണ്ട പാഠം പഠിച്ചു തീരുന്നത് വരെ പ്രപഞ്ചം നിങ്ങളെ വ്യക്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും യെസ്, ഫസ്റ്റ് ഫയലിൽ നമുക്ക് 7 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വഞ്ചനയാണ് കൂടുതലായിട്ടും പ്രധാന പ്രശ്നമായിട്ട് കാണിക്കുന്നത്. ആ വ്യക്തിയോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ വ്യക്തി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ന്യായീകരിക്കുക എന്നുള്ളതല്ല അർത്ഥം. ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും വ്യക്തി പലപ്പോഴും നല്ല ഒരു അഭിനയം കാഴ്ചവെച്ച് വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു. ഇപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്, എനർജി. ഓക്കെ, അപ്പോൾ ആ വ്യക്തിയോട് ക്ഷമിച്ച വ്യക്തിയെ റിലീസ് ചെയ്യുക. വീണ്ടും വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് തടയുക, ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുക. സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ ആൻഡ് സ്പിരിച്വലി നിങ്ങൾ ഡിവൈനോട്ട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഓർമ്മകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യുക. ഈ വ്യക്തി നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നോ, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്യുക. നിങ്ങൾ കൂടുതലും നിങ്ങളോട് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ചൊന്ന് ഒരു കുറേ കൂടി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറേ കൂടി നിങ്ങൾ ഗ്രോത്തിലേക്ക് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്യുക, സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവുക എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള യാത്രയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഒരു മിററിങ് സംഭവിക്കുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾ കൂടുതൽ വ്യക്തിയുടെ ഓർമ്മകൾ വരുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾക്കിനി എന്ത് പഠിക്കാനുണ്ട്, അതായത് പഠിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിലേക്ക് പഠിച്ചിട്ട് കുറേ പൈസ ചിലവാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്ത് ലെസണാണ് ഇനി പഠിക്കാൻ ബാക്കിയുള്ളത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്ന് ചിന്തിക്കുക. ശരിക്കും നിങ്ങളൊരു റിവെഞ്ച് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ഉള്ളിൽ? റിവെഞ്ച് വേണം, ഇത് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാനുള്ളൊരു വാശിയായിട്ട് നിങ്ങൾ എടുക്കുക. ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോടുള്ളൊരു ജയിച്ചു കാണിക്കണമെന്നുള്ളൊരു വാശിയോടെ മുമ്പോട്ട് പോകുക. വ്യക്തിക്ക് മുന്നിലല്ല നിങ്ങൾ ജയിക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, മുമ്പോട്ടേക്ക് ഉള്ള ഒരു ഗ്രോത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു വാശിയാണ് ഇവിടെ ആവശ്യം കേട്ടോ. അതാണ് ഭദ്രകാളിയമ്മ നിങ്ങൾക്ക് തരുന്ന സന്ദേശമായിട്ട് വരുന്നത്. സെക്കൻഡ് ഫയൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനുള്ള താങ്ക് യു. കൂടാതെ ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇടിച്ചു കയറി വരാനുള്ള എല്ലാ സൂചനകളും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ളൊരു സാധ്യത, നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ, ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കടന്നു വരാനുള്ള സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നും വീണ് പോകേണ്ട ആവശ്യമില്ല. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമില്ലാത്തൊരു വസ്തുവാണ്. സോ അതിനെ റിലീസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.